തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ വാത്സല്യമായ സുരസ്നാഥ, ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഈ വർഷത്തിൻ്റെ കഴിഞ്ഞ 11 മാസം ഞങ്ങളെ കാത്തുവരായിരിക്കുക 12ാം മാസത്തിലേക്ക് കടന്നു വരുവാൻ തന്നിരിക്കുന്ന കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ദയിച്ചു അങ്ങയുടെ കർത്താവെ, ജനന പെരുന്നാളിനായ കർത്താവ് ഈ ദിവസങ്ങളിൽ അടിയങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവെ, എപ്രകാരമായിരിക്കണം കർത്താവ് ഞങ്ങളുടെ ജനന പെരുന്നാൾ കൊണ്ടാടുന്നതെന്നും അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം കൽപ്പിക്കുന്നതെന്നൊക്കെ ചിന്തിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ നയിക്കാനോട് സഹായിക്കണം. ജനം അങ്ങയുടെ കർത്താവ്, അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടെ കർത്താവ്, അടിയൻ്റെ ബലഹീനതയും കുറവുകളും കണക്കിടാതെ കർത്താവ്, എൻ്റെ ശബ്ദത്തോടും കണ്ടത്തോടും വാക്കുകളോടും വചസ്സുകളോടും ഉണ്ടായി കർത്താവ്, ഏറ്റവും ലളിതമായി ഈ വചനം എത്തിക്കുവാൻ, ആ വചനത്തിൽ ജനത്തെ ബലപ്പെടുത്തുവാൻ കർത്താവ്, പുതിയ ദർശനത്തിലേക്ക് നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ആമീൻ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നാളുകളിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും നവംബർ പൂർത്തീകരിക്കുമ്പം ഡിസംബർ കടന്നു വരുമ്പോഴേക്കും 25 നോയമ്പും മറ്റ് പല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് എപ്രകാരം ഈ വർഷത്തെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ ഏറ്റവും മനോഹരമാക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തകളിലാണ് ഓരോ ഭവനങ്ങളും ഓരോ ദേവാലയങ്ങളും ശുശ്രൂഷകളിലും ഒക്കെ. ആ പ്രവർത്തന മേഖലയിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് നമ്മളിൽ കൂടെ എന്താണ് ഇതിൽ ആഗ്രഹിക്കുന്നതെന്ന് നാം മറന്നു പോകാറുണ്ട്. കർത്താവിൻ്റെ ആഹ്വാനം എന്താണെന്നും കർത്താവ് ഈ ഭൂമുഖത്തെ ജനിച്ച് മരിച്ച് കടന്നുപോയത് ഉയർത്തെഴുന്നേറ്റതെന്തെന്നും പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ ജനന പെരുന്നാൾ സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്ന് നാം നോക്കുമ്പോൾ ഇത് ഒരു സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ആഘോഷമായി മാറിയിരിക്കുന്നു. ദേവാലയങ്ങളിൽ പോലും നോക്കുമ്പോൾ അതൊരു വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ ആഘോഷങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് നാം ചിന്തിക്കാറ് പോലുമില്ല. വലിയ കാര്യങ്ങൾ ഒരുക്കുന്നു, ഗാന ശുശ്രൂഷകൾ ഒരുക്കുന്നു, എത്ര മഹത്വമായി ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു ഈ ഭൂമുഖത്ത് ജാതനായി കടന്നു വന്ന അവസ്ഥയെപ്പോലും നാം മറന്നുപോകുന്ന സാഹചര്യങ്ങളായി തീർന്നിരിക്കുന്നു. ഏറ്റവും ഹീനമായ ഒരു ജനനത്തിലൂടെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി, തൻ്റെ സൃഷ്ടി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി സ്വയം യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം ജനനം മുതൽ മരണം വരെ പ്രയാസങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കടന്നുപോയ ജീവിതകാലം മറന്നുകൊണ്ടുള്ളൊരു ആഘോഷമാണ് ഇന്ന് നാം ഭൂമുഖത്ത് കാണുന്നത്. ദേവാലയങ്ങളാൽ അതിമനോഹരമായ പകിട്ടുള്ള പല കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം ഇന്ന് ഉള്ള സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നോക്കുമ്പോൾ ആണെങ്കിൽ മോൾസും ഹോട്ടൽസും ഒക്കെ ക്രിസ്മസിൻ്റെ വലിയ പ്രദർശനമാണ് കാണിക്കുന്നത്. അത് ക്രിസ്തുവായിട്ടുള്ളൊരു സ്നേഹം കൊണ്ടല്ലെന്ന് ആദ്യം നാം മനസ്സിലാക്കണം. അത് അവരുടെ ബിസിനസ്സിൽ എപ്രകാരം വർധനവ് ചെയ്യുവാൻ കഴിയുമെന്നുള്ള പ്രവർത്തനമാണ്. അതിൽ നാം അനേകർ വീണുപോകാറുമുണ്ട്. ശരിയാണ്, നമ്മുടെ ഭവനം അതിമനോഹരമായി ചെയ്യാൻ കഴിയുന്നത് പോലെ ചെയ്യണം, നല്ല ലൈറ്റ്സ് ഇടണം, അതൊക്കെ ശരിയാണ്. കാരണം എൻ്റെ ഭവനം ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഭവനമാണെന്നും ഈ ഭവനത്തിൽ കർത്താവിൻ്റെ വെളിച്ചമുണ്ടെന്ന് കാണിക്കത്തക്കവണ്ണം ഉള്ളൊരു പ്രവണതയാണ് നാം ഒരു സ്റ്റാറും ഈ ലൈറ്റ്സും ഒക്കെ ഇടുന്നത്. പക്ഷേ ഈ ഭാഗ്യമായ കാര്യങ്ങൾ നാം നോക്കുമ്പോൾ യഥാർത്ഥമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ വെളിച്ചമുണ്ടോയെന്നൊന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രവർത്തനങ്ങളാണോ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചിരിക്കുക. കർത്താവിൻ്റെ വിളി എന്തെന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് ജനിക്കുന്നതിന് മുൻപ് പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ ജനനത്തിന് മുൻപ് കർത്താവിൻ്റെ പാത ഒരുക്കുവാൻ വേണ്ടി ഒരുവൻ കടന്നു വരുമെന്ന്. ആ പാത ഒരുക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ
ആ കർത്താവിൻ്റെ പ്രവർത്തന മേഖലയെപ്പറ്റി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1:3 നാം വായിക്കുമ്പോൾ, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം. അത് തന്നെ യെശയ്യാപ്രവാചകൻ 40:3 പറയുന്നുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. അപ്പോൾ വഴിയൊരുക്കുവിൻ എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന നിരപ്പായ ഒരു വഴിയൊരുക്കുവിൻ. ഈ നിരപ്പായ വഴി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ സ്ട്രെയിറ്റ് പാത്ത് എന്നാണ് പറയുന്നത്. ആ സ്ട്രെയിറ്റ് പാത്ത് യഥാർത്ഥത്തിലൊരു സ്ട്രെയിറ്റ് റോഡല്ല, നമ്മുടെ ജീവിതമാണ് നിരപ്പായ ഒരു പാതയിലേക്ക് ഒരുക്കുവാൻ പറയുന്നത്. കർത്താവിൻ്റെ വരവിന് മുൻപ് യോഹന്നാൻ സ്നാപകന്റെ ജനനം ഉണ്ടായത് കർത്താവിൻ്റെ വരവിനെ ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ്. നാം വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 1-2 വായിക്കുമ്പോൾ, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. അപ്പോൾ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ജനനം. അത് യെശയ്യാ പ്രവാചകൻ 40:1-2 വായിക്കുമ്പോൾ, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നു. ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിക്കുവിൻ. അവളുടെ യുദ്ധസേവ അവസാനിച്ചു. അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു. അവൾ തന്റെ പാപങ്ങൾക്കെല്ലാമായി യഹോവയുടെ കയ്യിൽ നിന്ന് 2 മടങ്ങ് ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവിൻ. അതായത് ഒരു പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുക്കത്തക്കോണം, ആശ്വസിപ്പിക്കത്തക്കോണം കർത്താവിൻ്റെ ജനനത്തെ പറ്റി പ്രഖ്യാപിക്കുന്നൊരു കാര്യമായിരുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനം. പക്ഷെ ഇന്ന് നാം മറന്നുപോകുന്നത് ആ ദൗത്യത്തെ പറ്റിയായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനായി തൻ്റെ ജനത്തെ ഒരുക്കുക. നാം അപ്പോൾ ചിന്തിക്കും, യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ ജനനത്തിനായി തൻ്റെ ജനത്തെ ഒരുക്കുമെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം എന്താണെന്ന് മർക്കോസിന്റെ സുവിശേഷം 1:4-5 വായിക്കുമ്പോൾ, യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിക്കുകയും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ അടുക്കൽ യഹൂദ്യാദേശമൊക്കെയും യെരൂശലേമിൽ എല്ലാവരും വന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അപ്പോൾ ഇന്ന് കർത്താവ് കടന്നു വന്ന് നാം ചിന്തിക്കുമ്പോൾ അവിടെ ആ ദൗത്യം പൂർത്തീകരിച്ചെന്നാണ് നാം പലരും ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് കടന്നു പോകുന്നതിന് മുൻപൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ 2ാം വരവിനായി നിങ്ങൾ ഒരുങ്ങുക, ലോകത്തിൻ്റെ അറ്റത്തോളം തൻ്റെ സുവിശേഷം എത്തിക്കുക. അപ്പോൾ 2ാം വരവിനായി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഇന്ന് ക്രൈസ്തവ സമൂഹമായി ക്രൈസ്തവരെന്ന് പറയുന്നവരുടെ ദൗത്യം ഇപ്രകാരം തന്നെയാണ്. അന്ധകാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പാപപങ്കിലമായ ജീവിതത്തിൽ കടന്നു പോകുന്നവരെ കർത്താവിലേക്ക് ആകർഷിക്കുവാനും അവരെ കർത്താവിൻ്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും വിളിച്ചു പറയേണ്ട ഒരു ദൗത്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നാം ഇന്ന് ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ വ്യക്തിഗത ജീവിതത്തിലും കുടുംബജീവിതത്തിലും എന്തിന്
സാമൂഹ്യ മേഖലകളിലായ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നാം ആരാധന ക്രമങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരായിരിക്കും. തിരുമേശകളിൽ സജീവമായി പങ്കുചേരുന്നവരായിരിക്കും. സുവിശേഷ പ്രസംഗങ്ങളും കൺവെൻഷൻ പ്രസംഗങ്ങളും നാം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ കിട്ടുന്ന പ്രസംഗങ്ങളൊക്കെ ശ്രവിക്കുന്നവരുമായിരിക്കും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ യോഹന്നാൻ സ്നാപകനെ പോലെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി തൻ്റെ ജനത്തെ ഒരുക്കുവാൻ നാം തയ്യാറാണോ, പ്രവർത്തിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ആഹ്വാനം പറയുന്നത് ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായ എൻ്റെ സുവിശേഷം എത്തിക്കുക. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ജീവിത സുവിശേഷമാണ്. കർത്താവിനെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്താൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമായി തീരണം. ദേവാലയങ്ങളിൽ സംബന്ധിച്ചിട്ടും തിരുമേശകളിൽ സംബന്ധിച്ചും കൺവെൻഷൻ പന്തലുകളിൽ സംബന്ധിച്ചതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കായി നമ്മെ തന്നെ ഒരുക്കണം. കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നാം കടന്നു വരുവാൻ തയ്യാറാകണം. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ ദേവാലയങ്ങൾ പിടിച്ചടക്കുവാൻ വ്യഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് കാണുന്നത്. എവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം അവിടെ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്? സഭകൾ തമ്മിലുള്ള സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും, ശുശ്രൂഷകളിൽ തമ്മിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം കർത്താവിൽ ഒന്നെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ സഭകൾക്കോ ശുശ്രൂഷകൾക്കോ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് സഭാ വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ്. കാരണം നാം ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്നിലും നിങ്ങളും ജീവിക്കുന്നെന്ന് ലോകം കാണുവാൻ ഇടയാക്കണം. എങ്കിൽ മാത്രമേ നാം ഈ നാളുകളിൽ ഒരു കർത്താവിൻ്റെ ജനന പെരുന്നാളിലായി ഒരുങ്ങുമ്പോൾ അതിന് അർത്ഥവത്തായി തീരുകയുള്ളൂ. അതല്ലാതെ രാത്രിയാമങ്ങളിലെ ശുശ്രൂഷകൾ സംബന്ധിച്ചതുകൊണ്ടോ വലിയ 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 കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിലും ദേവാലയങ്ങളിലൊക്കെ ഒരുക്കിക്കൊണ്ടതുകൊണ്ടോ അവിടെയൊന്നും കർത്താവിനെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. കർത്താവിനെ കാണണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രതികരണങ്ങളിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നാം എല്ലാ വർഷവും കർത്താവിൻ്റെ ജനന പെരുന്നാൾ കൊണ്ടാടുന്ന പോലെയല്ല. ഈ വർഷം നമുക്കൊന്ന് മാറി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുമോ? മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ സ്നേഹം എത്തിക്കുവാൻ നമുക്കൊന്ന് പരിശ്രമിക്കുവാൻ കഴിയുമോ? നമ്മുടെ തീന്മേശകളിൽ സമൃദ്ധമായ വിഭവങ്ങൾ ഒരുക്കുമ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ അടുത്തുള്ള തൻ്റെ ബന്ധുക്കാരോ മിത്രക്കാരുടെ ജീവിതത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് സാഹചര്യമില്ലെങ്കിൽ അവരെ തൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് സ്വീകരിക്കുവാൻ കഴിയുമോ? എങ്കിൽ ചിലപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ തീന്മേശകളിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നാം വിളിക്കുന്നത് എപ്പോഴും നമുക്ക് തുല്യമായവരെയാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഒരിക്കലും ആ തീന്മേശയിൽ അനുഭവമാക്കുവാൻ കഴിയുകയില്ല. കാരണം കർത്താവ് കടന്നു വന്നത് താഴ്ന്നുള്ളവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം സ്വയമായി നീതീകരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒരിക്കലും കർത്താവിൻ്റെ ജനന പെരുന്നാൾ എത്ര നാൾ കൊണ്ടാടിയാലും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവമാക്കുവാൻ കഴിയുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 1:7-8 പറയുന്നത്, അവൻ പ്രസംഗിച്ച് പറഞ്ഞത് എന്നേക്കാൾ ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. ഇന്ന് നാം പലപ്പോഴും ചില സാഹചര്യങ്ങൾ നോക്കുമ്പോൾ സഭാതലത്തിലിരിക്കുന്നവരും ശുശ്രൂഷകളുടെ തലത്തിലിരിക്കുന്നവരും കർത്താവിനെക്കാട്ടി വലിയവരാണെന്നുള്ള ചിന്തയിലാണ് അവിടെ സംസാരവും പ്രവർത്തികളും. കർത്താവിനെ പോലെ താഴ്മയുള്ളൊരു ജീവിതം നയിക്കുന്ന ഇന്ന് എത്രമാത്രം സഭാ തലത്തിലുള്ളവരെ കാണുവാൻ കഴിയുന്നുണ്ട്.
ക്രൈസ്തവ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതല്ലാതെ ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവർത്തനമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് അന്ത്യകാല ശുശ്രൂഷയിലേക്ക് അനേകരെ കർത്താവിലേക്ക് നേടുവാനുള്ള പ്രവർത്തനമായി തീരും. അല്ലാതെ സഭകളും സമൂഹങ്ങളും അവിടെ എന്ത് പേരും പെരുമയും ലഭ്യമാകുമെന്നുള്ള പ്രവർത്തനമായിരിക്കില്ല. നാം എത്ര പള്ളി പിടിച്ചടക്കിയാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മോട് അതല്ലായിരിക്കും ചോദിക്കുന്നത്, നീ എത്ര പള്ളി പിടിച്ചടക്കിയെന്നല്ല, നിന്റെ ജീവിതം കൊണ്ട് എത്ര പേരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നുള്ള ചോദ്യമായിരിക്കും നമ്മോടുള്ളത്. നമുക്ക് പറയുവാൻ കഴിയുമോ, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ പ്രവർത്തനവും എൻ്റെ വിശ്വാസം മൂലം എനിക്ക് ഒരാളെ പോലും നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുവാൻ കഴിയുമോ? നമ്മുടെ വാക്കുകളും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങളുമാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്. വിശ്വാസത്തിൻ്റെ ശോധനയിൽ കടന്നു പോകുമ്പോൾ എന്തിനെൻ്റെ ജീവിതത്തിൽ ഇത് വന്നെന്നുള്ള ചോദ്യമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി കർത്താവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിട്ടില്ല. പൗലോസ്ലീഹയുടെ ജീവിതം നാം പഠിക്കുമ്പോൾ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മാത്രമായിരുന്നു. എന്തിന്? യോഹന്നാൻ സ്നാപകൻ തന്റെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ കടന്നു വന്നിട്ട് തല ഛേദിക്കപ്പെടുന്ന അവസ്ഥയായിരുന്നു. യഥാർത്ഥമായി കർത്താവിൻ്റെ പാതയിൽ കർത്താവിന് വേണ്ടി സേവിക്കുവാൻ ഇറങ്ങുമ്പോൾ അതൊരിക്കലും സുഗമകരമായ പാതയായിരിക്കില്ല. കാരണം അവിടെ കല്ലും മുള്ളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കും. അതിൻ്റെ മധ്യത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്, എന്നെ കൈവിടാത്ത എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. എനിക്ക് വേണ്ടി ഏറ്റവും നീചമായ ജനനമെടുത്ത് ക്രൂശിൻ്റെ ഏറ്റവും നീചമായ മരണത്തിൽ കടന്നുപോയെങ്കിൽ അതെൻ്റെ വീണ്ടെടുപ്പിനായിട്ടുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതീതമായ ചിന്തിക്കേണ്ട കാലയളവിലേക്കാണ് നാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മൂലം എത്രയോ പേര് മരണമടയുന്നു. ഇവയൊക്കെ എൻ്റെ വരവിൻ്റെ ആരംഭമെന്ന് പറയുമ്പോൾ നാം അതിനായി ഒരുങ്ങിയിട്ടുണ്ടോ? നാം ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നാം എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം കുഞ്ഞുങ്ങളോട് പറയുന്നത് സാന്റാക്ലോസ് വന്ന് നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ്സ് തരുമെന്നാണ് പറയുന്നത്. ഐതിഹ്യ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രിയ സഹോദര സഹോദരി, അതിനു പകരം നിനക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച, ഇന്ന് എൻ്റെ കുഞ്ഞിന് ഇത്രമാത്രം നിലകൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയാണെന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? അതായിരിക്കണം നാം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത്. കർത്താവിൻ്റെ ജനനം അവന് വേണ്ടിയാണ്, അവനെ പഠിപ്പിക്കണം. അവർക്ക് വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. 2 പത്രോസ് 3:8 ഇപ്രകാരമാണ് പറയുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇന്ന് നാം ഓട്ടമാണ്. എന്തിനു വേണ്ടി? എന്ത് പിടിച്ചടക്കുവാൻ വേണ്ടി? നാം കുഞ്ഞുങ്ങളെ മുൻനിരയിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അവനെക്കാട്ടി കൂടുതൽ മാർക്സ് വേണം, അവനെക്കാട്ടി കൂടുതൽ യോഗ്യത വേണം, അവനെക്കാട്ടി കൂടുതൽ താലന്തുകൾ വേണം. ഇവിടെ നാം മറന്നു പോകുന്നത്, ലോകപ്രകാരമുള്ള ഈ ഓട്ടത്തിൽ നഷ്ടപ്പെടുന്നത് നീയും നിന്റെ കുടുംബമായിരിക്കുമെന്ന് നാം മറന്നു പോകുന്നു. ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ വാക്യങ്ങൾ അങ്ങ് പഠിപ്പിച്ച് എല്ലാ കോമ്പറ്റീഷനിലും നിലനിർത്തും. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ മുഖം ചിലപ്പോൾ കാണുമ്പോൾ പ്രത്യാശയില്ലാത്തൊരു ജീവിതമാണ് കാണുന്നത്. എന്തുകൊണ്ട്? കോമ്പറ്റീഷൻ്റെ മേളിൽ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ അവനിൽ നാം പകർന്നു കൊടുക്കുന്ന ദൈവസ്നേഹമല്ല, അസൂയയുടെ വിത്താണ് പാകുന്നതെന്ന് പല മാതാപിതാക്കൾ മറന്നു പോകുന്നുണ്ട്. വചനം പഠിപ്പിക്കുക, ആ വചനം അവനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഓർത്ത് പ്രാർത്ഥിക്കത്തക്കവണ്ണമായിരിക്കണം. എന്നെ കൈവിടാത്ത ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കണം.
ഓരോ വർഷവും നാം ഓരോ ആഘോഷങ്ങൾ പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നാം എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. അവൻ്റെ സ്വന്തം ജീവിതത്തിൽ ഒരു ജന്മദിനം പൂർത്തീകരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കരറ്റത്തക്കോണം നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആഘോഷമല്ല. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു കേക്ക് കട്ടിംഗ് അല്ല. ക്രിസ്മസ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ നീചമായ ജനനത്തെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് വരേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വേദന വരേണ്ട കാര്യമുണ്ട്. ഒരു യോഗ്യതയില്ലാത്ത എന്നെയും നിങ്ങളെയും സ്നേഹിക്കത്തക്കോണം സ്വർഗത്തിൽ നിന്ന് സൃഷ്ടികർത്താവ് സൃഷ്ടികളുടെ മധ്യത്തിൽ കടന്നു വന്ന് നമ്മളെ വീണ്ടെടുക്കത്തക്കോണം നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുവാൻ വേണ്ടി കടന്നു വന്നവനാണ്. എത്രമാത്രം നാം അത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ആയുസ്സിനൊത്തവണ്ണം നാം ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇവിടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റി പത്രോസ്ലീഹ പറയുന്നത് ഒരു ദിവസം 1000 സംവത്സരം പോലും ഒരു സംവത്സരം 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ് ദൈവത്തിന്. അവൻ്റെ വരവിനായി നാം ഒരുക്കപ്പെട്ടവരാണോ? മുമ്പോട്ട് വായിക്കട്ടെ. 2 പത്രോസ് 2:3 വാക്യം വായിക്കുമ്പോൾ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. കർത്താവ് തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ദൗത്യം? മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, അനുതാപ ഹൃദയമുള്ളവരാക്കി തീർക്കുവാൻ, അവരെ കർത്താവിലേക്ക് നയിക്കുവാൻ, അന്ധകാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പാപത്തിൻ്റെയും പടുകുഴിയിലായിരിക്കുന്നവരെ വീണ്ടെടുക്കത്തക്കോണം കരം പിടിച്ചവരെ ഉയർത്തുവാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ച ദൗത്യം. കർത്താവിൻ്റെ രണ്ടാം വരവിനായി പ്രവർത്തിക്കുന്നവരായി നാം ഓരോരുത്തരും തീരണം. എപ്രകാരം യോഹന്നാൻ സ്നാപകൻ വരുവാനിരിക്കുന്നതിനെ പറ്റി പ്രഖ്യാപിച്ചോ, അപ്രകാരം പ്രഖ്യാപിക്കുന്നവരായി തീരണം. അതായത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിനെ തിട്ടപ്പെടുത്തുവിൻ എന്ന് നമുക്ക് നമ്മുടെ സമൂഹങ്ങളിലും സഭകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ചാർച്ചക്കാരോടും ബന്ധുമിത്രാദികളോടും പറയുവാൻ നാം ഒരുക്കപ്പെട്ടവർ. അവരെന്തും ചിന്തിച്ചു കൊള്ളട്ടെ, നമ്മുടെ ദൗത്യം മറ്റുള്ളവരിൽ സുവിശേഷം എത്തിക്കുകയാണെന്ന്. അതിനുവേണ്ടി കഷ്ടവും ത്യാഗവും സഹിക്കുവാൻ നാം സന്നദ്ധരാണോ? എങ്കിൽ കർത്താവിൻ്റെ വലിയ ദൗത്യത്തിലേക്ക് കടന്നു വരുവാൻ നാം കാഴ്ചപ്പാടുകൾ വെക്കേണ്ടിയിരിക്കുന്നു. 2 പത്രോസ് 3:10 ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം വലിയ ശബ്ദത്തോടെ കടന്നു പോകും. മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനാൽ ഉരുകുകയും ഭൂമിയും അതിലുള്ള പണികളും എരിഞ്ഞു പോവുകയും ചെയ്യും. അതായത് ഇന്ന് ബഹിരാകാശത്തേക്ക് നാം പല കാര്യങ്ങൾ വിട്ടു, നാം ഇത് ചെയ്തു അത് ചെയ്തെന്ന് ഇന്ന് രാജ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ അന്ത്യം എന്താണെന്ന് പത്രോസ്ലീഹ പറയുന്നു. മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനാൽ ഉരുകുകയും അത് കഴിഞ്ഞ് ഭൂമിയിൽ കെട്ടിപ്പടുത്തുയർത്തുന്ന എത്ര പടുകൂറ്റൻ ദേവാലയവും കാത്തഡ്രലുമായി ആയാലും അവിടെ പറയുന്നതെന്ന് അതിനുള്ള പണികളും എരിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് നമ്മുടെ കൈവേലകൾ പിടിച്ചടക്കാൻ വേണ്ടിയ തീവ്രമായ പ്രവർത്തനമാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ, നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമുക്കൊരു ദൗത്യമുണ്ട്. ഈ കടന്നു വരുന്ന കർത്താവിൻ്റെ ജനന പെരുന്നാളിൽ നാം മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്ന ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ ഉയർത്തണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മഹത്വം ചെയ്തിരിക്കുന്നു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കടന്നു വരിക, ഈ കർത്താവിനെ രുചിച്ചറിയുക. എൻ്റെ പാപഭംഗിലമായ ജീവിതത്തിനെ കർത്താവ് കഴുകി ശുദ്ധീകരിച്ച് ഇന്ന് ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കൃപയെന്ന് വിശ്വസിക്കുന്നെങ്കിൽ
അപ്രകാരം സ്വയം സമർപ്പിച്ച് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ദിവസങ്ങൾ ആസന്നമായിരിക്കുന്നു. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ തലകണ വണക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ നാഥ കർത്താവെ, വർഷങ്ങളായി ഞങ്ങൾ നിന്റെ ജനന പെരുന്നാൾ കൊണ്ടാടുന്ന കർത്താവ് ഒരു ആഘോഷമായെങ്കിലോ അതിൽ ഉപരിയായി ഞങ്ങളിൽ കൂടെ ആഗ്രഹിക്കുന്നത് എന്തെന്ന് കർത്താവ് ഈ സമയത്ത് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. നിന്റെ വലിയ സാക്ഷിയായി അനേകരെ കർത്താവെ നിന്നിലേക്ക് ആകർഷിക്കുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് കോരിയെടുക്കുവാൻ ആണല്ലോ ഞങ്ങളുടെ ആഹ്വാനം. അപ്രകാരം ഞങ്ങളായിത്തീരുവാൻ, അപ്രകാരം യോഹന്നാൻ സ്നാപകൻ ഉറപ്പും ധൈര്യത്തോട് പ്രവർത്തിച്ചോ, ആ ഉറപ്പും ധൈര്യത്തിൻ്റെ പരിശുദ്ധാത്മാ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു കർത്താവെ, ഞങ്ങളും അപ്രകാരം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താലന്തുകൾ തന്നിരിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയുക്തമാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.